അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ടേം നിബന്ധന ഒഴിവാക്കാൻ CPIഎമ്മിൽ ആലോചന. തുടർ ഭരണത്തിൽ തുടർച്ച ഉറപ്പാക്കാനാണ് ടേം നിബന്ധന ഒഴിവാക്കുന്നത്. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഒഴികെ സിറ്റിംഗ് MLAമാർക്ക് പകരം വിജയസാധ്യതയുള്ളവരെ കണ്ടെത്തുക എളുപ്പമല്ല എന്ന തിരിച്ചറിവും കാരണമാണ്. 2 ടേം നിബന്ധന കർശനമാക്കിയാൽ 23 മണ്ഡലങ്ങളിൽ CPIഎമ്മിന് പുതുമുഖങ്ങളെ കണ്ടെത്തേണ്ടി വരും. EP ജയരാജൻ, AK ബാലൻ, തോമസ് ഐസക്, G സുധാകരൻ മന്ത്രിമാരായിരുന്ന ഒരു പിടി മുതിർന്ന നേതാക്കൾ. ഇവരുടെ പാർലമെന്ററി ജീവിതത്തിനാണ് CPIഎമ്മിന്റെ 2 ടേം നിബന്ധന അവസാനം കുറിച്ചത്. പകരം പുതുമുഖങ്ങളുടെ വലിയൊരു നിര കടന്നുവന്നു. മന്ത്രിസ്ഥാനത്തേക്കും നവാഗതരെത്തി. വലിയ കയ്യടി നേടിയ ഈ തീരുമാനം എത്രത്തോളം ഗുണം ചെയ്തു എന്ന കാര്യത്തിൽ ഇപ്പോഴും രണ്ടഭിപ്രായമുണ്ട് CPIഎമ്മിൽ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ടേം നിബന്ധന CPIഎം കർശനമാക്കുമോ എന്ന ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. തുടർഭരണത്തിൽ തുടർച്ച ലക്ഷ്യമിടുന്ന CPIഎം ടേമിന്റെ കാര്യത്തിൽ കടുംപിടുത്തം ഉപേക്ഷിക്കാനാണ് സാധ്യത. വിജയസാധ്യതയുള്ളവരെ പകരം കണ്ടെത്തുക എളുപ്പമല്ലാത്തതിനാലാണിത്. പാർട്ടി ചിഹ്നത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ചത് 60 പേരാണ്. ഇതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 23 പേർ തുടർച്ചയായി 2 തവണ ജയിച്ചവരും. പിണറായി വിജയൻ 3ാം ടേമിലും മത്സരിക്കുമെന്ന് ഉറപ്പ്. മട്ടന്നൂരിൽ KK ശൈലജയ്ക്ക് ഒരവസരം കൂടി നൽകുമോ എന്ന് വ്യക്തമല്ല. തലശ്ശേരിയിൽ AN ഷംസീറിന്റെ കാര്യവും ഉറപ്പില്ല. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ള MM മണിക്ക് ഉടുമ്പൻചോലയിൽ പകരക്കാരനെ കണ്ടെത്തേണ്ടി വരും. കൊല്ലത്ത് M മുകേഷിനും കായംകുളത്ത് U പ്രതിഭയ്ക്കും പകരക്കാർ വന്നേക്കും. പേരാമ്പ്രയിൽ മുന്നണി കൺവീനർ TP രാമകൃഷ്ണനും മത്സരരംഗത്തുനിന്ന് മാറി നിൽക്കും. പാർട്ടി കോട്ടകളിൽ നിന്ന് ജയിച്ചു വന്നവരെ മാറ്റിയാലും സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞേക്കാം. പക്ഷേ മറ്റു പല മണ്ഡലങ്ങളിലും പരീക്ഷണം വിജയസാധ്യതയെ ബാധിക്കും. മാനന്തവാടിയിൽ മന്ത്രി OR കേളു, കോതമംഗലത്ത് ആന്റണി ജോൺ, ആറന്മുളയിൽ വീണ ജോർജ്, ഇരവിപുരത്ത് M നൌഷാദ്, വർക്കലയിൽ V ജോയ്, വാമനപുരത്ത് DK മുരളി, കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ, പാറശാലയിൽ CK ഹരീന്ദ്രൻ, കാട്ടാക്കടയിൽ IB സതീഷ്. ഇവർക്ക് പകരക്കാരെ കണ്ടെത്തി സീറ്റ് നിലനിർത്തുക എന്നത് ചെറുതല്ലാത്ത വെല്ലുവിളിയായി CPIഎം കാണുന്നുണ്ട്. ചെങ്ങന്നൂരിൽ സജി ചെറിയാനും വട്ടിയൂർക്കാവിൽ VK പ്രശാന്തും കോന്നിയിൽ KU ജനീഷ് കുമാറും 2 തവണ MLAമാരായവരാണ്. എന്നാൽ 3 പേരും ആദ്യം നിയമസഭയിലെത്തിയത് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ടേം നിബന്ധന കർശനമാക്കിയാലും ഇവർക്ക് ഒരവസരം കൂടി ഉറപ്പ്. ചുരുക്കത്തിൽ തുടർഭരണത്തിൽ തുടർച്ചയെന്ന വലിയ ലക്ഷ്യം മുന്നിലുള്ള CPIഎം ഇത്തവണ ടേം നിബന്ധന ഒഴിവാക്കാൻ തന്നെയാണ് സാധ്യത. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുണും R കിരൺ ബാബുവുമാണ് ചേരുന്നത്. ആദ്യം അരുണിലേക്ക്. അരുൺ, ഈ സൂചിപ്പിക്കുന്ന പോലെ CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപരമായ നേട്ടത്തിലേക്ക് ഉള്ള അവസരമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. നിലവിൽ തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ച സ്വന്തമാക്കാൻ സാധിച്ചു. ഒരു ടേം കൂടി തുടർച്ചയായ അധികാരത്തിൽ എന്നുള്ളതാണല്ലോ ലക്ഷ്യം. സ്വാഭാവികമായും നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എല്ലാത്തിനും അപ്പുറം വിജയത്തിനാണ് പരിഗണന. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നിലവിലെ നിബന്ധനകളിൽ ഇളവ് വരുത്തുക എന്നതിലേക്ക് തന്നെ പാർട്ടി എത്തേണ്ടി വരില്ലേ? അതുതന്നെയല്ലേ ഇപ്പോഴത്തെ സാഹചര്യം? യെസ്, ഞങ്ങളുടെ റിപ്പോർട്ട് എന്നത് ഇത്തവണ CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 2 ടേം എന്ന നിബന്ധനയിൽ നിന്ന് പിന്മാറേണ്ടി വരും എന്നുള്ളതാണ്. ഏതാണ്ട് 23 MLAമാർക്ക് അങ്ങനെയെങ്കിൽ ഇപ്പോൾ അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ അവസരം നഷ്ടപ്പെട്ടാൽ അവർക്ക് പകരമായി എത്തുന്ന സ്ഥാനാർത്ഥികൾ അത് എത്രത്തോളം വിജയസാധ്യതയുണ്ടാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് CPIഎം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ ഒരു ചരിത്ര നേട്ടത്തിനു വേണ്ടിയുള്ള ശ്രമത്തിൽ ആണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു സർക്കാർ തുടർ ഭരണത്തിലേക്ക് പോയി എന്നുള്ളതാണ്, ഒരു മുന്നണി തുടർ ഭരണത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യമെങ്കിൽ 3ാം ടേം എന്നുള്ളതാണ് അടുത്ത തെരഞ്ഞെടുപ്പിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് കൂടുതൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കേണ്ടതായി വരും. പരിചയസമ്പന്നരെ തന്നെ കളത്തിൽ ഇറക്കിയാൽ മാത്രമേ അത്തരം വിജയസാധ്യതകൾ ഉള്ളൂ എന്ന ഒരു നിഗമനത്തിലേക്കടക്കം പാർട്ടി പോകുന്ന സാഹചര്യം ആണ് ഉള്ളത്. അങ്ങനെ നിരവധിയായ പേരുകൾ നിലവിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് അടക്കം അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും വരുന്ന തെരഞ്ഞെടുപ്പിലും പിണറായി വിജയനെ മുൻനിർത്തിയുള്ള ഒരു പോരാട്ടത്തിന് തന്നെയാണ് പാർട്ടി തയ്യാറെടുക്കുക. അപ്പോൾ EP ജയരാജനെ പോലെ, AK ബാലനെ പോലെ, തോമസ് ഐസക്കിനെ പോലെയുള്ള നേതാക്കൾ, നിരവധിയായ തലമുതിർന്ന നേതാക്കൾ, ഇവർക്ക് എല്ലാം തന്നെ ഈ ടേം നിബന്ധനയുടെ പുറത്തായിരുന്നു അവരെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്. പക്ഷേ അങ്ങനെ
ഇനിയും നേതാക്കളെ മാറ്റി നിർത്തിയാൽ അവർക്ക് പകരക്കാരെ കണ്ടെത്തേണ്ടതുണ്ട്. അവർക്ക് പകരമായി ആരെ കണ്ടെത്തും എന്നതിനോടൊപ്പം തന്നെ ആ കണ്ടെത്തുന്നവർക്ക് വിജയപ്രതീക്ഷയുണ്ടോ എന്നത് നിർണായകമാകുന്നു. അരുൺ ചേരുന്നുണ്ട്. അരുൺ, തീർച്ചയായും പാർട്ടിക്കകത്ത് ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി പോകുമ്പോൾ അവിടെ വിജയസാധ്യത പ്രധാനപ്പെട്ടതായി കണക്കാക്കുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ ടേം നിബന്ധനയിൽ നിന്ന് പാർട്ടി പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെ ഉണ്ടാകും. കാരണം CPM-ന് മറ്റൊരു സംസ്ഥാനത്തും ഭരണം ഇല്ല, ഇപ്പോഴില്ല. അടുത്ത തവണ കേരളം ഭരണമില്ലാതായാൽ, കേരളത്തിൽ ഭരണമില്ലാതെ മറ്റൊരിടത്തും ഒരു ഭരിക്കാവുന്ന പ്രതീക്ഷയുമില്ല. കാരണം ഇപ്പോൾ ബംഗാളിലെയും പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലേക്ക് വാസ്തവമൊക്കെ അറിയാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് CPM-ന് ഭരണപ്രതീക്ഷയുള്ള ഏക സംസ്ഥാനം ഇപ്പോഴും കേരളമാണ്. അടുത്ത തവണ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും അത് തന്നെയാകും. അതുകൊണ്ട് പരമാവധി ഭരണം നിലനിർത്തുക, അതുതന്നെയാണ് CPM ലക്ഷ്യം. ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു ക്യാമ്പയിൻ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുമ്പൊക്കെ അതിശക്തമായ ഒരു ക്യാമ്പയിൻ CPM ആരംഭിച്ചത് തുടർഭരണം ഉറപ്പാണ്, തുടർഭരണത്തിലേക്ക് പിണറായി സർക്കാർ പോകുന്നു, മൂന്നാം ടൈമിലേക്ക്. നേരത്തെയൊക്കെ CPM നേതാക്കൾ പലരും ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നും പറയാൻ തയ്യാറല്ല. പക്ഷേ ഇപ്പോൾ പല നേതാക്കളും പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ പിണറായി തന്നെ നയിക്കും എന്ന നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അങ്ങനെ പോകുമ്പോൾ ഒരു ഭരണത്തുടർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കുകയാണ് പാർട്ടിയുടെ മുന്നണിയുടെ പ്രധാന ലക്ഷ്യം. അത് കഴിഞ്ഞ തവണ 2 ടേം നിബന്ധനയിലേക്ക് മാറുമ്പോൾ CPM-ന് ഉറപ്പുണ്ടായിരുന്നു, വിജയം ഉറപ്പാണ്. കൂടുതൽ നേതാക്കൾ പുതുമുഖങ്ങൾ എത്തിയാൽ പോലും വിജയം പിടിച്ചെടുക്കാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള മണ്ഡലങ്ങളല്ല. മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ പുതുമുഖങ്ങൾ വന്ന മണ്ഡലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് EP ജയരാജൻ മട്ടന്നൂരിൽ അവിടെ KK ശൈലജ വരുന്നു, അല്ലെങ്കിൽ മറ്റ് അങ്ങനെ ഒഴിവായ നേതാക്കൾ AK ബാലന് പകരം അവിടെ ശക്തനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ CPM-ന് കഴിയും. അങ്ങനെ പാർട്ടി കോട്ടകളിലാണെങ്കിൽ അത്തരം ആളുകളെ ആര് വന്നാലും ജയിക്കാവുന്ന അവസ്ഥ ഇപ്പോഴുമുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും അത്തരം ആളുകളെ ഒരുപക്ഷെ CPM മാറ്റിയേക്കാൻ. അപ്പുറത്തേക്ക് നമ്മൾ തിരുവനന്തപുരം ജില്ലയെ എടുത്താൽ, തിരുവനന്തപുരത്ത് വർക്കല, കാട്ടാക്കട, കഴക്കൂട്ടം, നെയ്യാറ്റിൻകര, ആറ്റിങ്ങൽ, അങ്ങനെ ഒരു പിടി മണ്ഡലങ്ങളുണ്ട്. അവിടെ ഒരു സ്ഥാനാർത്ഥി മാറിയാൽ, നിലവിലെ MLA-മാർ മാറിയാൽ വിജയം അരുവിക്കര, അങ്ങനെ ഉറപ്പിക്കാം എന്ന് ഉറപ്പില്ലാത്ത ചില മണ്ഡലങ്ങളുണ്ട് CPM-ന്. അത് പല ജില്ലകളിലും അത്തരം മണ്ഡലങ്ങൾ ഒന്നിലധികമുണ്ട്. അവിടങ്ങളിൽ സിറ്റിംഗ് MLA-മാരെ നിർത്തണം. എറണാകുളത്ത് പോയാൽ കോതമംഗലവും അതുപോലെ കൊച്ചിയും ഒക്കെ സിറ്റിംഗ് MLA വരെ മാറ്റിയാൽ എത്രത്തോളം വിജയം ഉറപ്പെന്ന് CPM-ന് തന്നെ അറിയാത്ത മണ്ഡലങ്ങളാണ്. വിജയപ്രതീക്ഷ വളരെ കുറവുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MLA-മാരെ നിർത്തിയേ മതിയാകും. അങ്ങനെ വരുമ്പോൾ പൊതുവിൽ ഈ ടേം നിബന്ധന എടുത്തുകളാനാണ് CPM ആലോചിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 ടേം പൂർത്തിയാകും. അദ്ദേഹത്തിന് വേണ്ടി എന്തായാലും ഇളവ് നൽകണം. അങ്ങനെ ചില മണ്ഡലങ്ങൾ മാത്രം കൊടുക്കാതെ മൊത്തത്തിൽ ടേം നിബന്ധന ഒഴിവാക്കുകയും പകരക്കാരെ കിട്ടുന്ന മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ ആളെ മാറ്റിയേ മതിയാകൂ എന്നുള്ള മണ്ഡലങ്ങൾ, ഉദാഹരണത്തിന് ഉടുമ്പൻചോല MM മണിയുടെ മണ്ഡലമാണ്. അവിടെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. TP രാമകൃഷ്ണൻ മുന്നണി കൺവീനറാണ് പേരാമ്പ്രയിൽ, അദ്ദേഹത്തിനെയും മാറ്റേണ്ടി വരും. കാസർഗോഡ് ചില മണ്ഡലങ്ങളിൽ M രാജഗോപാൽ തൃക്കരിപ്പൂർ പോലുള്ള മണ്ഡലങ്ങളിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ്, അദ്ദേഹത്തെ മാറ്റേണ്ടി വരും. വർക്കലയിൽ V ജോയി ജില്ലാ സെക്രട്ടറിയാണ്, പക്ഷേ അദ്ദേഹത്തിനും മാറേണ്ടി വരും. കൊല്ലത്ത് M മുകേഷ് 2 ടേം മത്സരം ജയിച്ചയാൾ, പക്ഷേ മുകേഷ് അവിടെ മാറ്റാതെ തരമില്ല. വലിയ ആരോപണ നിഴലിലാണ് അദ്ദേഹം. പാർട്ടി പ്രവർത്തകർക്ക് പോലും അദ്ദേഹത്തെ തുടർന്നു കൊണ്ടുപോകുന്നതിനോട് എതിർപ്പുണ്ട്. അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ആളുകളെ മാറ്റിയേക്കാം. അല്ലെങ്കിൽ പൊതുവിൽ 2 ടേം നിബന്ധന ഒഴിവാക്കാനാണ് CPM-ന്റെ ഇപ്പോഴത്തെ ആലോചന. അഭിലാഷ്.